ഹായ് നമസ്കാരം. നമ്മുടെ വീടിന് മുന്നിൽ ഒരു വലിയ ഭാരത് ബെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കൊണ്ടുപോകേണ്ട ചിത്രങ്ങളാണ് നിങ്ങളീ കാണുന്നത്. നമ്മളിപ്പോൾ വാർണിഷ് അടിച്ചു, ഇനി പാക്ക് ചെയ്യണം. പാക്കിംഗ് സമയത്ത് നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ബബിൾ റാപ്സും അതുപോലെ തന്നെ ക്ലിങ് ഫിലിംസും എല്ലാം വെച്ചിട്ടുള്ള സേഫായിട്ടാണ് പാക്ക് ചെയ്തത്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളുടെ പെയിൻറ്റിങ്സ് എല്ലാം വണ്ടിക്കുള്ളിലാക്കിയിട്ടുണ്ട്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, ടാർപോളിനിട്ട് മൂടി. മഴ പെയ്താലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. രാത്രി ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്, കാരണം ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡ്രൈവർ ചേട്ടനോട് ബൈ ഒക്കെ പറഞ്ഞ് പിന്നാലെ ഞങ്ങൾ ഇറങ്ങുകയാണ്. നേരെ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. കർണാടകയിലാണ് ഈ ഗസ്റ്റ് ഹൗസ്. അതിന് മുന്നേ കാണുന്ന ഒരു വലിയ സ്വിമ്മിംഗ് പൂള്, അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗാർഡൻ. ഈ ഗാർഡന് പിന്നിൽ കാണുന്നതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ തന്നെ കോലങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കോലം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ലിവിങ് റൂമിലാണ്. ലിവിങ് റൂമിൽ കയറിയാൽ തന്നെ വലത് സൈഡിലായിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരമാണ് ആദ്യത്തെ പെയിൻറ്റിങ് ഉൾപ്പെടുത്തിയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള രീതിയിലാണ് ഞങ്ങൾ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് മഹാലക്ഷ്മിയാണ്. നമ്മുടെ ഈ ലിവിങ് റൂമിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നത് മഹാലക്ഷ്മിയാണ്. പുറകിൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഗണപതി ഭഗവാന്റെ ചിത്രം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫ്ലോറിൽ ഞങ്ങൾ പോകുമ്പോൾ ഗംഭീര വർക്കാണ്. അത് ടെയിലൊക്കെ തന്നെ പുറത്തുനിന്ന് അവർ ചെയ്യിച്ച് കൊണ്ടുവന്ന ടെയിലാണ്. അതുപോലെ തന്നെ ഗസ്റ്റുകൾ വന്ന് താമസിക്കേണ്ട റൂംസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ കൃഷ്ണനും കുചേരനും കൂട്ടുകാരുമായിട്ടുള്ള ഒരു കുഞ്ഞു പെയിൻറ്റിങ്ങാണ് മേളിൽ വെച്ചിട്ടുള്ളത്. ഇനിയും ഇവിടെ പെയിൻറ്റിങ്സ് ഉണ്ട്. ശേഷം നമ്മൾ നേരെ താഴെ വന്നു ഓഫീസ് റൂമിലാണ്. ഓഫീസ് റൂമിൽ നമ്മുടെ ശിവകുടുംബമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 9 അടി നീളവും 3.5 അടി വീതിയാണ്. ഫ്രെയിം ഉൾപ്പെടെ ഏകദേശം 4 അടിയോളം 3.25 അടിയോളം നമുക്ക് പെയിൻറ്റിങ്സിൻ്റെ അളവുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് പെയിൻറ്റിങ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബാലൻസുള്ള പെയിൻറ്റിങ്സ് ഇതേ ഗസ്റ്റ് ഹൗസിലും അതുപോലെ പുള്ളിയുടെ വീട്ടിൽ ഫിക്സ് ചെയ്യാനുണ്ട്. കൂടെ തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നേരിട്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് സ്നേഹത്തോടെ നന്ദി. വീണ്ടും കാണാം.